അപ്പോൾ ഈ കാണുന്നതാണ് ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കിതിനകത്ത് ചപ്പാത്തി പോലത്തെ റാപ്പുണ്ട്, പിന്നെ ആ ബേഗൽ ഒരെണ്ണമുണ്ട്. ഇത് ചിക്കൻ തൈസാണ്, അത് കുക്ക്ഡ് വെയിറ്റാണ് ഞാൻ മെഷർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഇതാണ്. അപ്പോൾ ഇതിനകത്ത് ഞാനിങ്ങനെ എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും കാലറീസ് വന്നിട്ടുണ്ട്. ഇതിന് ഞാൻ ഒരു കാര്യം കൂടെ ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ ഈ ചിക്കൻ തൈസ് കുക്ക്ഡ് എടുത്തേക്കുന്നത് ഒരു 230 ആ റേഞ്ചാണ് ഇപ്പോൾ എടുത്തേക്കുന്നത്. പക്ഷേ ഇതിൽ ഞാനിപ്പോൾ കഴിച്ച് കഴിയുമ്പം, ഇത് നിങ്ങൾ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, ചെയ്താലും കുഴപ്പമില്ല ആക്ച്വലി. ഞാൻ പക്ഷേ ഇച്ചിരിയും കൂടി ഒന്ന് ആക്യുറേറ്റ് ആകുന്ന രീതിയിലൊന്നും ചെയ്യാൻ അങ്ങനെ ഓർത്തിട്ടാണ്. അപ്പം ഉദ്ദേശം ഇത്രേ ഉള്ളൂ. കഴിച്ച് കഴിയുമ്പം ഇത് ചിക്കൻ തൈസ് ആയതുകൊണ്ട് ഇതിനകത്ത് കുറച്ച് എല്ല് എക്സ്ട്രാ കാണും. അപ്പോൾ ആ എല്ല് ഞാൻ ഫൈനലി മൈനസ് ചെയ്യും. ആ എല്ലിൻ്റെ വെയിറ്റ്, ബോൺ വെയിറ്റ് ഞാൻ മൈനസ് ചെയ്തിട്ട്, ഇപ്പോൾ ഇവിടെ ഞാൻ 230 ഇറങ്ങി ലെസ്സേ ഈ 30 ഗ്രാം എല്ലിൻ്റെ വെയിറ്റ് ആയിരുന്നെങ്കിൽ ആ 30 ഗ്രാം അങ്ങ് എടുത്ത് കളയും. അപ്പോൾ 200 ഗ്രാം മാത്രമാണ് ചിക്കൻ തൈസ് കുക്ക്ഡ് വെയിറ്റ് എടുക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യേണ്ട, ഉറപ്പായിട്ടും അലങ്കോലമായിരിക്കും. ബട്ട് ഹിയർ ഈസ് മൈ ലോവർ ബോഡി ഡെവലപ്മെൻറ്റ്. കൊള്ളാം അല്ലേ? ജിമ്മിലോട്ടല്ല, അവളിപ്പോൾ എവിടെയാണെന്ന് പറഞ്ഞേ? ഏതോ ഒരു കടയിൽ കഴിക്കാൻ കയറി അവൾ. ഏതൊരു ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞ് പോയതാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അവർ ഡേറ്റ് മാറ്റി വെച്ചു. ഇതാണ് അവളുടെ അനിയത്തി. കളറടിച്ച് ഡാഡിയെ കാണിക്കാതെ ഒളിപ്പിച്ച് നടക്കുന്നു. ഏജന്റ് ഹെൻറി, നിങ്ങളിത് കാണുന്നില്ലേ? ഒളിയം കുറയ്ക്കടി. പ്രൊഫഷണൽ ഗെയിമർ. പൂച്ചയെ പല്ല് തേപ്പിക്കുന്നു, വാ കഴിപ്പിക്കുന്നു. ഈ ബാഗ് വർക്കിന് കൊണ്ടുപോകുന്ന പോലെ തന്നെ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. അകത്തിരിക്കുന്നത് ജനറലി ഞാൻ കൊണ്ടു നടക്കുന്ന ആ ഫുള്ള് വലിയ ബോട്ടിൽ വെള്ളമുണ്ട്. പിന്നെ ഞാൻ കൊണ്ടു നടക്കുന്ന ഹെഡ്ഫോൺസ് ഉണ്ട്. പിന്നെ എന്തെങ്കിലും എമർജൻസി വന്നു കഴിഞ്ഞാൽ, ലെറ്റ്സ് സേ ഇതിലിപ്പോൾ മെമ്മറി ഫുള്ളായെങ്കിൽ സാധ്യത കുറവാണ്, 128 GB ആണ് ആയെങ്കിൽ ഞാനിത് ലാപ്ടോപ്പിലോട്ട് കോപ്പി ചെയ്തിട്ട് ഇതിനകത്ത് ഫുള്ള് ഫോർമാറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഓൺ ദ വേ എഡിറ്റ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം ഇതെല്ലാം കൊണ്ടു നടക്കും. പിന്നെ പോക്കറ്റിൽ സാധനങ്ങൾ ഇട്ടുകൊണ്ട് നടക്കുന്നതിനേക്കാളും എനിക്ക് ബെറ്റർ, നോക്കുമ്പോൾ വേറെ എക്സ്ട്രാ സാധനം കൊണ്ടു നടക്കുകയാണ് വലിയൊരു സാധനം. പക്ഷേ അതിലും എനിക്ക് താല്പര്യം ഇങ്ങനെ ബാഗ് കൊണ്ട് നടക്കുന്നത്. ഇതാണ് മെട്രിക്സ് മൂവിയിലെ നായിക. മീറ്റ് മൈ ഡാർലിംഗ് പൈച്ചി, അമ്മുച്ചി സ്വീറ്റി. ഇതാണ് ഞാൻ സ്ഥിരം മുടി വെട്ടുന്ന കട, റിച്ച്മണ്ട് ബാർബേഴ്സ്. എന്ത്? ഇതല്ല, അപ്പുറത്ത്. നീ കണ്ടുപിടിച്ചെന്നോ? ഓ യാ, ഞാനത് മറന്നു. ആസ് യൂഷ്വൽ നമ്മുടെ ബാർബേഴ്സ് നമ്മൾ ഡിസപ്പോയിൻറ്റ് ചെയ്തിട്ടില്ല. നല്ല രീതിയിൽ മുടി വെട്ടിയിട്ടുണ്ട്, നല്ല സൗണ്ടും ഉണ്ട്. ഓക്കെ, ഇവർക്ക് ഐബ്രോ ത്രെഡ് ചെയ്യാനും കൂടെ വന്നതായിരുന്നു. ബട്ട് പുള്ളിക്കാരി ഹോളിഡേയിലാണെന്ന് തോന്നുന്നു, കട അടച്ചിട്ടേക്കുന്നു. ഇനി എനിക്ക് കുറച്ച് മീൽസും കൂടെ കഴിക്കാനുണ്ട്. ഇന്ന് ജിമ്മിൽ പോകേണ്ടതാണ്. അപ്പോൾ ഇനി വേറൊരു മീൽ കഴിച്ചിട്ട് അതാണ് പ്രീ വർക്കൗട്ടായിട്ട് എടുക്കാൻ പോകുന്നത്. ഇപ്പോൾ ഓൾറെഡി 1000 കാലറീസ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനിയും കിടക്കുന്നു എത്രയാ, 2500. കാരണം 3500 നമ്മൾ പ്രസൻറ്റ് കാലറി ഇൻടേക്ക്. ഹെയർ കട്ടിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഈ സൗണ്ട് ഇല്ലാത്തടത്തുനിന്ന് ഇത്രയും സൗണ്ട്, ഇച്ചിരി സൗണ്ട് കുറവുള്ളിടത്തോട്ട് നിന്നിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇത് കുടിക്കാനുള്ള മൂടില്ല എനിക്ക്. നാളത്തെ മൂഡ്. അപ്പാരന്റ്ലി ഈ മെയില് പറഞ്ഞിരിക്കുന്നത് ഇൻട്രൊഡക്ഷൻ, ബ്രീഫ് ഇൻഫർമേഷൻ, ഗ്രിഡ് ബിസിനസ് ആൻഡ് എന്റർപ്രൈസസ് എന്ന് പറഞ്ഞ് ഇന്റർവ്യൂസ് തരും. Here we have our next meal.
അത് നമ്മൾ രാവിലെ കഴിച്ച പോലെ തന്നെ മറ്റേ ബേഗലില്ല, ഇൻസ്റ്റൻറ്റ് ചിക്കൻ കറിയുടെ ബാക്കി, പിന്നെ 3 റാപ്പ്. ഓക്കെ, ഇതും അപ്രോക്സിമേറ്റ്ലി 800,000 കാലറീസ് ഉണ്ടായിരിക്കണം. ഇപ്പം ഞാൻ ഇട്ടേക്കുന്ന ഈ വെസ്റ്റ് ഞാൻ നേരത്തെ ഏതോ വീഡിയോക്കകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതായത് ലൈഫിൽ ആദ്യമായിട്ട് നമ്മളിങ്ങനെ വേറൊരാൾ ജിമ്മിലിട്ടേക്കുന്ന സാധനം കാണുമല്ലോ, അതായത് കയ്യിലത് ടീഷർട്ട് കണ്ടു, അപ്പോൾ നമുക്കത് എന്താണെന്ന് അറിയാൻ ആഗ്രഹം, നമുക്കും അങ്ങനെ ഇടണമെന്നൊരാഗ്രഹം, അങ്ങനെയൊക്കെ തോന്നിയ ലൈഫിൽ ആദ്യമായിട്ട് മേടിച്ചൊരു സാധനമാണിത്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നു 199 രൂപയുടെ മഹാത്ഭുതം അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് കുറേ പരിപാടികളുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഒരെണ്ണം മേടിച്ചാൽ 3 എണ്ണം. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് കയ്യില്ലാത്തത് മേടിക്കാൻ വേണ്ടി ഇങ്ങനെ 3 എണ്ണം മേടിച്ച്. ഇത് ഒരു മഞ്ഞ, ഇതിൻ്റെ ഒരു നീല, അത് രണ്ടും എൻ്റെ വീട്ടിൽ കിടപ്പണമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇത് കുറേ വർഷങ്ങളായിട്ട് എൻ്റെ കയ്യിലുള്ളൊരു സാധനമാണ്. നശിപ്പിച്ച് നിൻ്റെ ഹൈറ്റിലാണ് ഞാൻ സാമ്പിൾ എടുത്തേക്കുന്നത്. ഓക്കെ, നമുക്കപ്പം ഷോൾഡറിന് മറ്റേ കുറേ പേര് പറഞ്ഞു കേട്ടിട്ടുണ്ടായിരിക്കും, മറ്റേ ബെഞ്ച് ചെയ്യാൻ നേരം ഷോൾഡറിന് വേനെടുക്കാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ, പുഷ് ചെയ്യാൻ നേരം. അപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒന്ന് വാങ്ങുമ്പോൾ നമ്മളിപ്പോൾ കൈ റൊട്ടേഷൻ ചെയ്തുകൊണ്ടിരുന്ന ഈ റൊട്ടേഷനും പിന്നെ പറഞ്ഞാൽ ഈ വർക്കൗട്ടാണ്. ഇതാണ് ശരിക്കും അത് കുറച്ചത്. കാരണം അന്ന് അറിഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുഷ് ചെയ്യാൻ നേരം ബെഞ്ചിൽ കൂടുതലും ആക്ടിവേറ്റ് ആകുന്നത് ഫ്രണ്ട് ഡെൽറ്റും ഇവിടെ മാത്രമേ നമ്മൾ കൂടുതലും വർക്ക് ചെയ്യുന്നുള്ളൂ. നമ്മുടെ ഇവിടുത്തെ ഡെൽറ്റോയിഡ് കൂടുതലും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല പ്രോപ്പർലി. അപ്പോൾ ഒന്ന് അത് യൂസ് ചെയ്യാത്തതുകൊണ്ടും പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇതിനകത്തുള്ള റൊട്ടേറ്റേഴ്സ് എന്ന് പറയും, കഫ് റൊട്ടേറ്റേഴ്സ്. ഇതിനകത്ത് നമ്മൾക്കൊരു കുഴയുണ്ടല്ലോ, നമ്മളിപ്പോൾ കൈ തിരിക്കാന്നില്ല, അതാണ് ഇതിനകത്തോടെ ഇങ്ങനെ തിരിയുന്നത്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് വാമപ്പ് ആകാത്തത് കൊണ്ടാണ്. അപ്പോൾ അവിടുത്തെ ആ മൊമെൻറ്റ് അവിടുന്ന് റെസ്ട്രിക്റ്റ് ചെയ്യും, അന്നേരം നമുക്ക് പെയിനായിട്ട് വരും. അതാണ് സയൻറ്റിഫിക്കലി ഉള്ള ഇത്. പക്ഷേ ഇത് ചെയ്തപ്പോൾ എനിക്ക് മാറി. ഇനി അങ്ങനെയൊന്നും വരാതിരിക്കാൻ നമ്മളപ്പോൾ ഇത് തുടങ്ങുക. എനിക്ക് തോന്നുന്നു ഈ ഒരു സംഭവമല്ലേ എൻ്റെ അടുത്ത് ഡോക്ടറും പറഞ്ഞു ചെയ്യാൻ. അതെ, ഇവിടെ അടുത്ത് വർക്കൗട്ടിന് ഞാൻ പറഞ്ഞിട്ട് ലൈക്ക് എൻ്റെ വർക്കിൽ ഇത്തിരി ലോഡ് എടുക്കണ കുറേ പണികളുണ്ട്. ചെയ്ത് എൻ്റെ ഇവിടെ ഈ ഒരു ഭാഗം ഭയങ്കര വേദനയായിരുന്നു. അന്നേരം ഡോക്ടർ പറഞ്ഞ സംഭവം ഇതായിരുന്നു, ചെയ്യണം ഈ ഒരു എക്സസൈസ്. ആവശ്യം ഇതൊക്കെ നല്ലോണം ചെയ്യണുണ്ട്. പണ്ടൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു, ബട്ട് ഇപ്പം നല്ല ഒരു ബ്രേക്ക് തന്നെ വന്നിട്ടുണ്ട്. എൻ്റെ വർക്കും ജിമ്മും ഒന്നും ഹാൻഡ് ഇൻ ഹാൻഡ് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇന്ന് പിന്നെ വരാൻ തോന്നി, അതുകൊണ്ട് വന്നു. പക്ഷെ എനിക്ക് ഇത് അപ്പർ ബോഡിക്ക് എനിക്കും കൊടുക്കണം. എങ്ങനെയായിരുന്നു? അല്ല, ഇത് ബോഡിയോട് തന്നെ ചേർത്ത് പിടിക്കുക. അല്ല, ഇങ്ങനെ ചകന്നു പോവാ, അത് ആ വെയിറ്റ് അവിടെ നിന്ന് വലിഞ്ഞു നിൽക്കണം. ഇങ്ങനെ തിരിച്ചോ. അന്നേരം ഇവിടെ ഒരു ഫീൽ ഇടണം റിയർ ഡെല്ലിൽ. ബോഡി സ്റ്റേബിളായിട്ട് നിൽക്കുക, ബോഡി ഇങ്ങനെ വളഞ്ഞു പോകരുത്. ഇങ്ങനെ തന്നെ നിൽക്കുക, നേരെ തന്നെ നിൽക്കുക, എന്നിട്ട് തിരിക്കുക. നീ എത്ര നാൾ മുന്നേ ഇത് ചെയ്തത്? കുറച്ച് നാളായി. ഒരെണ്ണം ചെയ്ത് നോക്ക്, ബാറ് മാത്രം. അയ്യോ, ബ്രീത്തിങ് മറക്കണ്ടേ. ഒരെണ്ണം കൂടെ മതി. വെച്ചാ വെയിറ്റ് ഇടാൻ പറ്റുമോ? അത് ഇട്ടാലേ മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ കുറേ നാളുകൾക്ക് മുന്നെയാണ് അവസാനം വന്ന് ഞങ്ങളോട് ഒന്ന് വർക്കൗട്ട് ചെയ്തത്. കുറേ നാൾ, അതെ, ഒരു വർഷം എടുക്കാറായി തോന്നുന്നല്ലേ? അത് 6 മാസം 6-7 മാസമായി കാണും, 6-7 മാസത്തിലായി കാണും. അപ്പോൾ എനിക്ക് ഇന്നത്തെ വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ ബെഞ്ച് പ്രസ്. ഇത് കഴിഞ്ഞിട്ട് ഇതെല്ലാം ആകുമ്പോഴായിരിക്കും. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന വെയിറ്റ് 70 kg 4 സെറ്റ്സ്. ആ സെയിം തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ്. 7 months ആയിട്ടും എൻ്റെ സ്ട്രെങ്ത് പോയിട്ടില്ല. പണ്ട് ബാർ പോലും ചെയ്യത്തില്ലായിരുന്നു, ബാർ വരെ എടുക്കാൻ പറ്റത്തില്ല. 1 മാസം കൊണ്ടാണ് ആക്ച്വലി ബാർ എടുക്കാൻ പറ്റിയത്. അതിപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോണത് അതിശയമാണ്. അതെ, എനിക്കിനി അടുത്ത വെയിറ്റ് ഇട്ടാ എനിക്ക് കാണണ്ടേ എങ്ങനെ പോകുന്നു, പറയാൻ പറ്റില്ല.
പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ആ ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിലും ശരിക്കും പറ്റും, പുഷ് ചെയ്യാൻ പറ്റും. നമ്മൾ ഓർക്കും നമ്മളെ കൊണ്ട് പറ്റത്തില്ല എന്ന്, ബട്ട് ചെയ്യാൻ പറ്റും. പണ്ട് മീൻസ് ഞാൻ ഭയങ്കര എന്താ പറയുക, ലൈക്ക് അയ്യോ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ഓടും. എനിക്ക് ആ ഒരു എന്താ പറയുക, ഒരു ഉള്ളിൽ ആ ഒരു ഒരു ഡിറ്റർമിനേഷൻ ഇല്ല, ഒരു കോൺഫിഡൻസും ഇല്ല. അതാണ് എൻ്റെ ഒരു പ്രശ്നം. പിന്നെ ചിരിച്ചുകൊണ്ടിരിക്കും. ഒരു കാര്യം ചെയ്യും, വല്ലാത്തൊരിതാ. ഒത്തിരി വെയിറ്റ് ഇടുന്നു, 2-2.5 ഇട്ട് നോക്കാം. ഷേടാ സ്ഥലമില്ല നിങ്ങളുടെ കൂടെ. എൻ്റെ കർത്താവേ 2.5. ഓ അതൊക്കെ പൊങ്ങിയാൽ തന്നെ എൻ്റെ കർത്താവേ പൊക്കണേ. കുറച്ച് ചെയ്താൽ മതി, 5 റെപ്പറ്റീഷൻ വല്ലതും ചെയ്ത് നോക്ക്. പൊങ്ങൂന്ന് ആദ്യം നോക്കട്ടെ. അതെ, പൊസിഷൻ പോട്ടെ. ഒരെണ്ണം കൂടെ ട്രൈ ചെയ്ത് നോക്ക്. ഒരെണ്ണം കൂടെ നോക്കുന്നതോ? ഒരു മിനിറ്റ് ആവശ്യ പറ്റും. ഇല്ല പിടിക്കും. ഓക്കെ, 3 റെപ്പ് പോയി. അപ്പോൾ എനിക്കിനിയുള്ള വർക്കൗട്ട് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ബെഞ്ച് പ്രസ് ആണ്. അപ്പം 70 kg വെച്ച് 4 സെറ്റ്സ് 8 റെപ്പറ്റീഷൻസ്. വെയിറ്റ് കൂട്ടാൻ പോകുന്നില്ല. അടുത്ത ആഴ്ച ഇതെല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം, അതായത് 4 സെറ്റ്സ് ഓഫ് 8 പോയാൽ, ഇപ്പോൾ ഞാൻ ഒരു സെറ്റ് മാത്രം ഞാൻ ചെയ്ത് കാണിക്കാം, ബാക്കി ഫുള്ള് ഞാൻ ഫിലിം ചെയ്യുന്നില്ല. എന്നാൽ 4 സെറ്റും സെയിം വെയിറ്റ് തന്നെയാണ്. 2 to 3 മിനിറ്റ്സ് ബ്രേക്ക്. ഇപ്പോൾ അവർക്ക് 2 മിനിറ്റ്സ് ആകുന്നു. അപ്പോൾ ഇത് 8 റെപ്പറ്റീഷൻ ചെയ്യട്ടെ. എനിക്ക് അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ ചെയ്യുന്നൊരു ടിപ്പ് ഞാൻ കാണിച്ചു തരാം. അതായത് ഇപ്പോൾ ഈ ഒരു വീക്കിൽ ഞാൻ ബെഞ്ച് പ്രസ് 3 സെറ്റ്സ് 4 സെറ്റ്സ് ഓഫ് 8 എന്നല്ല എഴുതിയിരുന്നത്. 70 കിലോ 4 സെറ്റ് 70 ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഈ സെയിം വർക്കൗട്ട് തന്നെയാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച ചെയ്തിരുന്നത്. അപ്പോൾ ഞാനവിടെ യൂസ് ചെയ്യേണ്ട വെയ്റ്റ്സ് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് പുറകോട്ട് പോകാം. അതായത് ഇത് നോക്കണം, കഴിഞ്ഞ ആഴ്ച ഈ ബെഞ്ച് ഫ്രീ അല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഡമ്പലായത്. ഞാൻ മുന്നേ ഇട്ടിരുന്ന വീഡിയോ ഈ സെയിം വീക്കിൻ്റെയാണ്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായി ഞാൻ ഡമ്പലായത്. അപ്പോൾ ഡമ്പൽ ചെയ്ത വെയ്റ്റ്സാണിത്. അപ്പോൾ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യാനാണ് ഞാൻ എഴുതിയിട്ടേക്കുന്നത്. പിന്നെ ഒന്ന് നോക്കിയാൽ കാണാം, ലാറ്റ് പുൾ ഡൗണ് 52. ഇതുണ്ട് വാമപ്പാട്ടോ, 52, 59, 59. സെയിം എന്ന് എഴുതിയതിനർത്ഥം അതിൽ കൂടുതൽ വെയിറ്റ് പോകത്തില്ല, ഇത് തന്നെ ചെയ്താൽ മതി എന്നാണ്. അപ്പോൾ ഇത് തന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്യും. എന്നിട്ട് അടുത്ത ആഴ്ച ഞാൻ കൂട്ടാൻ നോക്കും. അങ്ങനെയാണ് പ്രോഗ്രസീവ് ഓവർലോഡ് ചെയ്യുന്നത്. ഇതിനൊന്നും ഞാൻ ഒന്നും എഴുതിയിട്ടില്ല. ഇതിന് ചിലപ്പോൾ കൂട്ടാൻ പറ്റുമായിരിക്കും, ട്രൈ ചെയ്ത് നോക്കണം. ഇതൊക്കെ അങ്ങനെ തന്നെ. കഴിഞ്ഞ ആഴ്ച വെയിറ്റ്സ് ചെയ്തു, സെയിം എന്ന് എഴുതി മാത്രം ഇത് തന്നെ ചെയ്യണം. അല്ലാത്തതെല്ലാം കൂട്ടാൻ നോക്കണം. ഇതുണ്ടോ, മയോറസ് സ്കൾ ക്രഷർ, പോസിംഗ് ലൈൻ ഡമ്പൽ, ഇത് കഴിഞ്ഞ ആഴ്ചത്തെയാണ്. അപ്പോൾ വീണ്ടും നമ്മളിവിടെ തിരിച്ചു വന്നത്. ഇതുണ്ടോ, മയോറസ് സ്കൾ ക്രഷർ, ഇവിടെ നമ്മൾ തിരിച്ചു വന്നു. അപ്പം അങ്ങനെയാണ് നമ്മൾ പ്രോഗ്രസ് ചെയ്യുന്നത്. ലാസ്റ്റ് വീക്കിലത്തെ വർക്കൗട്ട് നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തൊരു കാര്യമാണ്. ഇത് നമ്മൾ ബിഹൈൻഡ് തന്നെയൊക്കെ ചെയ്യുന്നത്. ഒരു കാര്യം ചെയ്യും, 25 ഇതിപ്പോൾ എനിക്കിട്ടതാണ്. അതിപ്പോൾ ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ പിന്നെ ബിഹൈൻഡൊക്കെ ചെയ്തതാണ്. ഒരു കാര്യം 25 എൻ്റെ വാമപ്പ് വെയിറ്റാണ്. ഞാൻ തുടങ്ങി കാണിച്ചു തരാം. ഒരു മിനിറ്റ്, ആദ്യം കാല് വെക്കുന്നത് അത് നിൻ്റെ ഇതിന് അഡ്ജസ്റ്റ് ചെയ്താണോ, എനിക്ക് കയറാൻ പറ്റുമോ നോക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇത് ഈ 2 സൈഡിൽ പിടിച്ചിട്ട് എന്നിട്ട് തലയുടെ പുറകോട്ടാണ് ഇവിടെ. അതായത് സംഭവം നമ്മൾ നേരത്തെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. അത് സെയിം സാധനം ഇവിടുന്ന് ഇങ്ങനെ നമ്മൾ താത്തു പോയി. ഇവിടെ ലാറ്റ്സ് ഇവിടെ ഇങ്ങനെ താഴോട്ട് പോകുന്നത് ഇങ്ങനെ 2 സൈഡും അങ്ങനെ. ഇത് 1 2 3 4 5 6 7 8. വേണേ വെയിറ്റ് കുറച്ച് പയ്യെ ചെയ്ത് നോക്കിയോ, ഒരു 11 ഇടാം. എന്നെ അങ്ങനെ ഒരു നോട്ടം എങ്ങനെ ഇരിക്കുമെന്ന് അറിയത്തില്ലല്ലോ. കയറി ഇരുന്നിട്ട്
അങ്ങനെയാ? അവിടെ പോയിട്ട് തൊടണമെന്നില്ല. ഓക്കെ. അത് ഉദ്ദേശം ഇത്രേ ഉള്ളൂ. കൈയുടെ എൽബോ ഇങ്ങനെ നമ്മൾ താത്തുന്നു, അത് ഇവിടം ടൈറ്റ് ആവും. അവിടെ ടൈറ്റ് ആകുന്ന വരെ പോയാൽ മതി, പിന്നെ ഇങ്ങോട്ട് താത്തണമെന്ന് നിർബന്ധമില്ല. ഓക്കെ. തല അങ്ങനെ തന്നെ വെച്ചു, എന്നിട്ട് ഇങ്ങനെ ഇവിടം വരെ വന്നാൽ മതി. അത് കഴിഞ്ഞ് പിന്നെ വിടണമെന്നില്ല. അത് കഴിഞ്ഞ് വിട്ട് ഞാൻ പിന്നെ എൽബോ ഇതാവും. എൽബോ അല്ല, ഷോൾഡർ സ്ട്രെച്ച് ആവും. വലിച്ചോ. ഇത്രയും സ്ലോയിലല്ല കേട്ടോ, ഇച്ചിരി കൂടെ ആഞ്ഞ് വലിക്കണം. ആഞ്ഞ് വലിച്ചാലേ അവിടെ നിന്ന് ലാക്സ് എൻഗേജ് ആവുള്ളൂ. 6 കുഴപ്പമില്ല, ഫോം ഇച്ചിരി കൂടെ ബെറ്റർ ആകാനുണ്ട്, ശരിയായിക്കോളൂ. 7 ഓക്കെ. ഔട്ട് ഹൗസ്. എനിക്കില്ലേ പക്ഷേ ഇങ്ങനെ ടൈറ്റ് ആവണ പോലെ തോന്നുന്നത് ഇവിടെയാ. മേളിലോ? ഇച്ചിരി കൂടെ താഴോട്ട് വരണം. മേളിലല്ല, നമ്മുടെ മേളിലാകത്തില്ലെന്നല്ല, ആകും. പക്ഷെ നമുക്ക് ശരിക്കും വരുന്നത് ഇവിടുന്നാണ്. ഇവിടുന്ന് ഇങ്ങനെയാണ് ഫുള്ള്. അതായത് മിഡ് ബാക്കും ലാറ്റ്സിൻ്റെ ഒരു പോർഷനും അപ്പർ ബാക്കും അത്ര ഒരുമിച്ചാണ് ആകുന്നത്. 39. ഒരു വാമ്പും കൂടെ ചെയ്യാം. ചിലപ്പം നിനക്ക് കുറച്ചും കൂടെ വെയിറ്റ് ഇട്ടാൽ ആകുമായിരിക്കും. നോക്കാം. 2 3 4 5 6 മതി. 25 പോട്ടെ. ഒത്തിരി വെയിറ്റ് ഒന്നും ഇല്ല ഇതിന്. ആഞ്ഞ് വലിക്കുക, അന്ന് ഞാൻ മറന്നു. ഒറ്റ വലിക്കുക. 2 3. അതെ, പുറകോട്ടല്ല, നേരെ താഴോട്ട്. നീ ഇപ്പം ഇവിടെ എന്തായാലും ഉണ്ണി വയർ അങ്ങനെ പറയല്ലേ. ഒറ്റ വലി. 4 5 6 മതി വെച്ച. അപ്പോൾ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെയ്തത് 52, 59, 59 സെയിം എന്നായിരുന്നു ഞാൻ ബുക്കിൽ എഴുതിയിരുന്നത്. പക്ഷെ ഞാൻ 59 ഇട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവുക. സപ്പോസ് 10 റെപ്പറ്റീഷൻ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇച്ചിരി ഗ്യാപ്പ് എടുത്തിട്ട് മാത്രമേ പിന്നെ കണ്ടിന്യൂ ചെയ്യുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ സ്ട്രാപ്സ് യൂസ് ചെയ്തിട്ടില്ല. ചില സമയത്ത് നമുക്ക് മസിലിനത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെങ്കിലും നമുക്ക് ചിലപ്പം ഗ്രിപ്പിൻ്റെ ഇത് പ്രഷർ കാരണം നമുക്ക് ചിലപ്പം ഗ്രിപ്പ് അത്ര സ്ട്രോങ് ആയിരിക്കത്തില്ല. ആ ഒരു റീസൺ കാരണം ചിലപ്പം നിന്ന് പോയെന്ന് വരാം. അപ്പോൾ ഇപ്രാവശ്യം 59 ചെയ്യുമ്പോൾ എനിക്ക് തോന്നുവാണ് ഗ്രിപ്പ് പ്രോബ്ലം കാരണമാണ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തതെന്ന് തോന്നിയാൽ മാത്രം ഞാൻ ഇതിടും. അതല്ലാന്നുണ്ടെങ്കിൽ സ്റ്റിൽ 59 കംപ്ലീറ്റ് ചെയ്തെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഇൻക്രീസ് ചെയ്യും. എന്നിട്ട് ഗ്രിപ്പ് ഞാൻ യൂസ് ചെയ്ത് ഞാൻ റെപ്പ് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ ഇപ്പോൾ 10 റെപ്പറ്റീഷൻ 59 ഇട്ട് ഗ്രിപ്പ് ഇല്ലാണ്ട് ചെയ്ത് നോക്കാം. ഗ്രിപ്പിട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ കൂട്ടാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നോക്കാം. കഴിഞ്ഞതിൽ അവൾ ചെയ്തതിൽ ഞാൻ മിസ്റ്റേക്ക് എന്നെ പറഞ്ഞു കൊടുത്തെന്ന് വെച്ചാൽ അവൾ ചെയ്തുകൊണ്ടിരുന്നത് ഇവിടെ നിന്ന് നേരെ എന്നുവെച്ചാൽ ഞാൻ ഇതുവരെ ബാക്കി നോക്കിയപ്പോൾ എനിക്ക് അങ്ങനെ തെറ്റായിട്ട് തോന്നിയില്ല. പക്ഷേ ക്യാമറയുടെ ആംഗിളിൽ ഞാൻ ആ സൈഡിൽ നോക്കിയപ്പോഴാണ് കണ്ടത് അവൾ കൈ പൊക്കോണ്ടിരുന്നത് ഇങ്ങനെ പുറകോട്ടായിരുന്നു. ലൈക്ക് നമ്മളിത് വലിച്ചുകൊണ്ടിരുന്നത് നമ്മൾ ഇതാണ് ചെയ്തുകൊണ്ടിരുന്നത്. അവൾ ചെയ്തുകൊണ്ടിരുന്നത് ഇങ്ങനെയാണ്, പുറകോട്ട് ഇങ്ങനെയാണ്. അപ്പോൾ അവൾ ആദ്യമേ പറഞ്ഞിരുന്നു അപ്പർ ബാക്കി മാത്രം അവൾ കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ ഞാൻ അത്ര നോട്ടീസ് ചെയ്തില്ലായിരുന്നു. അപ്പോൾ എന്നാണേലും കഴിഞ്ഞത് 10 പോയതുകൊണ്ട് ഞാനിത് 66 കിലോ ഇട്ട് വിത്ത് ഗ്രിപ്പ് സ്റ്റൈലായിട്ടുണ്ട്. ബാബുസിന്റെ കോൺസെൻട്രേഷൻ ഞാൻ തന്നെ ഞെട്ടിപ്പോയിട്ടുണ്ട്. അതിന് ഒരെണ്ണം പോലും കൂടി പോയില്ല. 66 ഏറ്റവും ബെസ്റ്റ്. ടൈമർ ഇട്ടെ. എന്നെ ചെയ്യിപ്പിച്ചത് ഞാൻ തന്നെ. എന്നെ കണ്ടപ്പോഴാണ് എനിക്ക് ചിരി വന്നത് ക്യാമറയിൽ പുടവയറുമായിട്ട്. ഈ വർക്കൗട്ട് ചെയ്ത ഓർമ്മയുണ്ടോ? ഓവർഹെഡ് പ്രസ് അല്ലേ? ഓർമ്മയുണ്ട്. 40 ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തത്. 10 റെപ്പറ്റീഷൻ ഉണ്ട്. അപ്പോൾ അതിൽ കൂടുതൽ കൂട്ടാൻ ഉള്ള ഉദ്ദേശം തൽക്കാലം എനിക്കില്ല. ടയേർഡായിരുന്നു. കഴിഞ്ഞ നീ ബാറു ചെയ്യുമോ? എനിക്ക് 20 പോകത്തില്ല.
അത് 15 ആണോ? 15 ആണോ? ആണോ നോക്കിയാൽ സൈഡിൽ നോക്കി കണ്ടിട്ടാണെന്ന് തോന്നുന്നു. 15 എന്നാൽ നീ അവിടുത്തെ വാം പേ, ഞാൻ വേറെ വാം പേ ഇട്ട് 20 kg 10, 20, 30, 40 രൂപ സ്റ്റാർട്ട് ചെയ്യാം. ഗ്ലൂട്ട്സ് ടൈറ്റ്. കാല് ഒത്തിരി അകത്തി വെക്കണമെന്നില്ല, അകത്തി വെച്ചാലും കുഴപ്പമില്ല, സ്വന്തം ഇഷ്ടമാണ്. അയ്യോ ആവശ്യത പൊങ്ങത്തോലില്ല. ഇപ്പം നമ്മുടെ വാമ്പ് ഇത് മാത്രമേ ഉള്ളൂ. 2 10 കിലോ വിടും. ഈ ബാർ 20 kg ആണ്. അപ്പം മൊത്തം 40 കിലോ. അവിടെ ഒരാൾ കഷ്ടപ്പെടുകയാണ് ഗൈസ്. കഴിഞ്ഞാ? അയ്യോ 5 എണ്ണേ പോത്തുള്ളൂ. കുഴപ്പമില്ല, ഒത്തിരി ചെയ്യണ്ടെന്ന്. ഇതെന്റെ വർക്കൗട്ടാണെന്നുണ്ട് ഓർത്താ മതി. 10 റെപ്പിറ്റീഷനോ? 10 റെപ്പിറ്റേഷനോ? ഇതൊക്കെ എന്റെ അത് 4 സെറ്റ്. 10 റെപ്പിറ്റേഷൻ എന്തായാലും എനിക്ക് പോത്തില്ല. അതുപോലത്തെ 4 സെറ്റും കൂടെ. എൻ്റെ ജിം ഷാർക്ക് അത്ലീറ്റ്. പറ്റും. പുഷി അങ്ങോട്ട് പുഷി. മോട്ടിവേറ്റഡ്. കഴിഞ്ഞില്ലേ? ഓ മൈ ഗോഡ്, പവർഫുൾ പീപ്പിൾ കം ഫ്രം പവർഫുൾ പ്ലേസസ്. ഇനിയും പോകുന്നാണോ ഈ പറയുന്നത്? 2 എണ്ണം കൂടി. ഓട്ടോ നൈസ്. സ്ഥിരം ജിമ്മി വരാറില്ലെങ്കിലും സ്ഥിരം ജിമ്മി വന്നാൽ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ പറ്റുന്നൊരു വ്യക്തിയാണ് നിങ്ങളെ കാണുന്നത്. നിങ്ങളിത് കാണുക. ദിസ് വുമൻ. ഞാൻ 10 എടുക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് 10 എടുത്ത ആളാ. ഇത് 1 വർഷമായി ഈ ഓവർ ഹെഡ് പ്രസ് ചെയ്തിട്ട്. 17 ഞാൻ ചെയ്യുമായിരുന്നു. ബട്ട് ഇപ്പോൾ 15 ഇപ്പോൾ പോകണുള്ളൂ. 17 ചിലപ്പോൾ 2 റെപ്പൊക്കെ ചെയ്യാൻ പറ്റും. അതിനെക്കാട്ടിലും കൂടുതൽ നമുക്ക് നമ്മളെ ബൗണ്ടറീസ് ഒക്കെ അറിയാം. എടുക്കട്ടെ? എൻ്റെ കർത്താവേ. ബ്രീത്തിങ് മറക്കല്ലേ? ബ്രീതിങ് ഫോം മറക്കരുത്. ബ്രീതിങ് കൂടെ കറക്റ്റാണ്. വിളിച്ചും കൂടെ വെയിറ്റ് പോകും. അല്ല ചെയ്തു ഇത് താഴെ വെക്കുന്നത്. ഫ്ലോ പോയോ? ഒരു മിനിറ്റ്. ട്രൈ ഒരെണ്ണം കൂടെ പോകുമോ നോക്കി ലിങ്ക് വെച്ചോ. കണ്ടിട്ട് ഫെയിലിയർ ആയ പോലെ തോന്നുന്നു. നീ തോന്നല്ലാവോന്ന് എങ്കിലും ശ്രമിച്ചോ. മനസ്സാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി. അപ്പൊ കൂട്ടാ വെച്ചില്ലേ? ഉണ്ടോ? ട്രൈ ചെയ്തു. വീണ്ടും മോട്ടിവേറ്റഡായി. ഇങ്ങനെയാണ് നിങ്ങൾ ലിമിറ്റ്സ് പുഷ് ചെയ്യേണ്ടത്. കാണുന്നുണ്ടല്ലോ. മനസ്സ് വെച്ചാൽ നമുക്ക് ഇനിയും ചെയ്യാൻ പറ്റും. ഇനി പോണ്ട അത് മതി. ഇങ്ങനെ എന്നിട്ട് എത്തിത്തോള് പൊക്ക്. ഇത് ഇവിടെ താത്ത്. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ടൈറ്റാക്ക്. പിന്നെ ഇത് ഇങ്ങനെ ഒരു വിരലുമല്ല ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ഇതിങ്ങനെ താഴോട്ട് ഇങ്ങനെ താത്തി ഇങ്ങനെ ഉണ്ട്.
എന്നെ കാണാത്ത പോലെ സൂൺ എല്ലാം കാണും. ഞാൻ ചെയ്താൽ ശരിയത്തില്ല. ശരി, ഇങ്ങോട്ട് വന്നേ. നീ വല്ലാണ്ട് പുറത്താ, ഫ്രെയിമിന് പുറത്താ. എനി പോസ് ഫോർ ദ കവർ. ഇനി അപ്പുറത്ത് നല്ല കണ്ണാടി ഇപ്പോൾ ഒന്നുകൂടെ ചെയ്യണം. ഇതാണ് നമ്മുടെ അടുത്ത വർക്കൗട്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ കണ്ടവർക്ക് തന്നെ മനസ്സിലായി കാണും, ഏറെക്കുറെ എല്ലാം സെയിം തന്നെയാണ്. എക്സെപ്റ്റ് നമ്മൾ ബെഞ്ച് പ്രസ് ചെയ്യേണ്ടിരുന്നിടത്ത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഡംബിൾ പ്രസ്സാണ് ചെയ്തത്. അത് അവിടെ തിരക്കായിരുന്നുകൊണ്ട് മാത്രം. അപ്പോൾ ഇത് ഞാനിപ്പം വാമപ്പ് ഓൾറെഡി കഴിഞ്ഞു. ടീ ബാറിലൂടെ പ്ലേസ്മെൻ്റ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം മാക്സിമം ചെയ്തത് 40 kg ആയിരുന്നു. അപ്പോൾ നമുക്ക് 40 kg ആണ് ഞാൻ ഈ പ്രാവശ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒന്ന് ചെയ്ത് നോക്കാം. 12 റെപ്പറ്റീഷൻ. നേരത്തെ മറ്റേ ബിഹൈൻഡിനൊക്കെ ഇതുപോലെ തന്നെ ഇതും മറ്റേ ഇതുണ്ടല്ലോ നമ്മുടെ സ്ട്രാപ്പ് ഇട്ടൊന്ന് പിടിച്ച് നോക്കാം. അപ്പം വെയിറ്റ് കൂടുതൽ പോകുമെന്നുണ്ടെങ്കിൽ ഞാൻ അപ്പോൾ ഇൻക്രിമെൻറ്റ് ചെയ്യാനാണ്. അപ്പോൾ ഇതിനാണ് ഒരു 12 റെപ്പറ്റീഷൻ, 3 സെറ്റാണുള്ളത്. കഴിഞ്ഞ സെറ്റിൽ ലാസ്റ്റ് റെപ്പറ്റീഷൻ എനിക്ക് തോന്നുന്നു 1-2 റെപ്പറ്റീഷൻ കൂടെ ആ വെയിറ്റ് പോകുമായിരുന്നു. അപ്പം ഫെയിലിയർ അവസ്ഥയിലായിരിക്കത്തില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ ഇവത്തിലിപ്പം വെയിറ്റ് ഒരു 1.25 കൂടി 2 ഇട്ടിട്ടുണ്ട്. അതായത് ഫസ്റ്റ് സെറ്റ് ചെയ്തത് 40 കിലോ, അത് 2 20 kg ആണ് ഇട്ടത്. പിന്നെ അതിൻ്റെ കൂടുതൽ 2 2.5 ഇട്ടു, അപ്പം 45 ഇപ്പം 47 ഇട്ടേക്കുന്നത്. ഇത് മിക്കവാറും തന്നെ ഫെയിലിയർ ആയിരിക്കണം. 12 reps ആണ് എങ്കിൽ നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ ബാക്ക് ടു ഇൻക്ലൈൻ പ്രസ് ഡംബൽ. കഴിഞ്ഞ പ്രാവശ്യം ചെയ്തത് 22, 22, 24. എനിക്ക് ശ്രമിക്കേണ്ടത് ഈ ആഴ്ച 22, 22, 24 കഴിഞ്ഞ ആഴ്ച ചെയ്തതുപോലെ 22, 24, 24 ചെയ്യാനാണ് നോക്കുന്നത്. ഫസ്റ്റ് വൺ അപ്പം ഇപ്പോഴും 22 തന്നെ ആയിരിക്കും. സെക്കൻഡ് വൺ തൊട്ട് ചെറുതാണെങ്കിലും കഴിഞ്ഞ ആഴ്ച ചെയ്തതിനെക്കാട്ടിലും ഒരു ഇച്ചിരി മേളിൽ, അതാണ് ട്രൈ ചെയ്യുന്നത്. ശ്രമിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. പുഷ് ചെയ്യാൻ പറ്റിയെങ്കിൽ അതിനർത്ഥം നമ്മുടെ മസിൽ ഉറപ്പായിട്ടും ഡെവലപ്പ് ആകുന്നുണ്ട്, നമ്മൾ കഴിച്ച ഫുഡെല്ലാം ഓക്കെയാണ്, നമുക്ക് പ്രോപ്പറായിട്ടുള്ള വെള്ളം കൂടി എല്ലാം ഓക്കെ ആയിരുന്നു എന്നർത്ഥം. ഇല്ലെങ്കിൽ ആ മസിൽ ഇനി സമയം കൊടുക്കണം, എന്തോ നമുക്ക് ശരിയാക്കാനുണ്ട്, ഇനി റിക്കവർ ആകണം. അല്ലെങ്കിൽ ഒരാഴ്ചയും കൂടെ നോക്കുക, ചിലപ്പം സ്ട്രെങ്ത് ബെറ്റർ ആകും. തൽക്കാലം അപ്പോൾ പുഷ് 8 എണ്ണം പോകുമോ നോക്കാം. നേരത്തെ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം ഞാൻ വീണ്ടും പറയുന്നു. എന്നെ കഴിഞ്ഞ പ്രാവശ്യം പോസ്റ്റ് ചെയ്ത വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇത് പോസ്റ്റാണ്. പോസ്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ 3 seconds താഴെ കൊണ്ടുവന്ന് വെച്ച് കഴിയുമ്പോഴത്തേക്കും ആ സ്ട്രെച്ച് പൊസിഷനിൽ 3 സെക്കൻഡ് 1 2 3 പുഷ് 1 2 3 പുഷ് അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 22, അടുത്തത് നമ്മൾ 24 ട്രൈ ചെയ്യുകയാണ്. 22 എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പ്രഷർ തോന്നിയായിരുന്നു ലാസ്റ്റ്. 24 അപ്പം നല്ല ഇൻറ്റൻസ് ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. 3 seconds പോസ് ഉള്ളത് കൊണ്ട്. അപ്പോൾ let's start.
6, 7, 8. എനിക്ക് തോന്നുന്നു ഇതെട്ടെണ്ണം പോയി. അപ്പം ഞാൻ ഇവിടെ കൊണ്ട് നിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്കിനിയും വേണം. ഒരു 26 ഇട്ട് നോക്കാം. 26 ഇട്ട് ട്രൈ ചെയ്ത് നോക്കാം. 22, 24, 26. അങ്ങനെയാണ് നമ്മൾ ഫെയിലിയറിലോട്ട് പുഷ് ചെയ്തത്. അതിന് ഒരെണ്ണം പോലും പോവില്ല. മതി. ഇതാണ് മയോറപ്സ് ഫ്ലോർ ക്രഷർ. അയ്യോ, ഞാൻ മറന്നുപോയി. അല്ല, അത് സ്റ്റോപ്പ് ചെയ്യണ്ട. ഫ്ലോർ സ്കൾ ക്രഷർ. മയോറപ്സ് ഫ്ലോർ സ്കൾ ക്രഷർ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞിരുന്നു ഇത് ഞാൻ ചെയ്യാൻ പോകുന്നത് 8 റെപ്പിറ്റേഷൻ കണ്ടിന്യൂസ് ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യും, 5 സെക്കൻഡ് എണ്ണും, എന്നിട്ട് 2 റെപ്പ് ചെയ്യും, വീണ്ടും 5 സെക്കൻഡ് എണ്ണും, 5 റെപ്പ് ചെയ്യും. അപ്പോൾ അത്ര ഒരു ഇൻറ്റൻസിറ്റി ആയിരിക്കണം, റെസ്റ്റ് എടുക്കാൻ പറ്റിയൊരു ഇൻറ്റൻസിറ്റി ആയിരിക്കണം. 15 എന്ന് പറയുന്നത് ജസ്റ്റ് വാമപ്പായിട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു സാമ്പിള്. 1, 2, 7, 8, 1, 2, 3, 4, 5. 1, 2, 1, 2, 3, 4, 5. 1, 2. ഓക്കെ, ഇതാണ് നമ്മുടെ പാറ്റേൺ. ഇങ്ങോട്ട് തിരിഞ്ഞോ, അത് കൈ മാത്രം ഇങ്ങനെ പിടിച്ചോ. ഷോൾഡർ എനിക്കതൊന്നും ഇല്ല. റൈവൽ കാണത്തില്ലല്ലോ, ഡ്രസ്സ് കാരണം. അപ്പോൾ ഗൈസ്, നമുക്കിനി അപ്പർ ബോഡിയിലെ വീക്ക് പോയിൻറ്റിൽ ഒരു വർക്കൗട്ടാണ്. അപ്പം ഇതെന്ന് പറയുന്നത് ഒബ്വിയസ്ലി നിങ്ങൾക്കറിയാം, എൻ്റെ അപ്പർ ബോഡിയിലെ ഏറ്റവും വീക്ക് എന്ന് പറയുന്നത് എൻ്റെ ചെസ്റ്റാണ്, ലോവർ ബോഡിയിൽ കാഫും. അപ്പം ഈ ഒരു പ്രോഗ്രാം തീരുമ്പം ഞാൻ ലോവർ ബോഡി വീക്ക് പോയിൻറ്റ്സിലോട്ട് പോകും. അത് ഒരു ഫുൾ ഡേ ഡെഡിക്കേറ്റഡ് ടു കാഫിന് തന്നെ. പിന്നെ വീക്കിലി 3 പ്രാവശ്യം കാഫിന് ഹിറ്റ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ചെയ്യുന്ന പ്രോഗ്രാമിൽ ചെസ്റ്റിന് വീക്കിലി 3 പ്രാവശ്യം ഹിറ്റാകുന്നതാണ്. അതിൽ ഒരെണ്ണം ചെസ്റ്റിന് വേണ്ടി തന്നെ സ്പെസിഫൈ ചെയ്തൊരു പ്രോഗ്രാമും ബാക്കിയുള്ള 2 അപ്പർ ബോഡി ദിവസങ്ങളിൽ ഇതുപോലെ വീക്ക് പോയിൻറ്റ്സിന് വേണ്ടി ഒരു വർക്കൗട്ട് എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ ചെയ്യാൻ പോകുന്നത് കേബിൾ ഫ്ലൈസ് ആണ്. പക്ഷേ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഞാൻ ഇങ്ങനെ ഹാഫ് വെച്ച് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് മാക്സിമം നമുക്ക് ഇങ്ങനെ കൈ ഇത്രയും ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് തന്നെ ഇവിടെ ഫുള്ള് സ്ട്രെച്ച് കിട്ടിക്കൊണ്ട് തന്നെ ഇങ്ങനെ എടുക്കാൻ വേണ്ടിയാണ്. നേരത്തെ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഹാഫാണ്. അപ്പോൾ ഇപ്രാവശ്യം മാക്സിമം സ്ട്രെച്ച് എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഒത്തിരി വെയിറ്റ് നോക്കുന്നില്ല. അപ്പോൾ ഞാൻ ഈ വലിയ മെഷീനെ ചെയ്തിട്ടില്ല, കാരണം കഴിഞ്ഞ 2-3 പ്രാവശ്യം വന്നപ്പോഴും ഈ വലിയ മെഷീൻ ഫുള്ള് ഒക്കുപ്പൈഡ് ആയിരുന്നു. സമയം കളയാതിരിക്കാൻ വേണ്ടി ഞാൻ അപ്പുറത്തെ ചെറിയ മെഷീനെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിൽ
ഇപ്പോൾ 14 കിലോ ഇട്ടിട്ടുണ്ട്. 14 കിലോ 20 റെപ്പറ്റീഷൻ പോകുമെന്ന് എനിക്കറിയത്തില്ല. 15 to 20 ആണ് ടാർഗറ്റ് വെച്ചേക്കുന്നത്. അപ്പം 14 വെച്ചൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, 20 റെപ്സിന് കറക്റ്റായിരുന്നത്. പക്ഷേ ഹെവി ഇൻറ്റൻസിറ്റി അല്ല. അപ്പോൾ ഞാൻ 40 തന്നെ സ്റ്റിക്ക് ചെയ്യാൻ താല്പര്യമില്ല. ഞാൻ ഇവിടുന്ന് അടുത്ത വെയിറ്റ് 18 ഇട്ട് നോക്കാം. തൽക്കാലം ഒരു 1 മിനിറ്റ്സ് ബ്രേക്ക് ഇടുന്നുണ്ട്. 1 മിനിറ്റ് ബ്രേക്ക് കഴിയുമ്പം 18 kg വെച്ച് നോക്കും. 18 ആയിരിക്കും ഏറെക്കുറെ നമുക്ക് ചെയ്യേണ്ട റേഞ്ച് എന്ന് എനിക്ക് തോന്നുന്നു ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ. അതായത് ഒരു 16 റെപ്പറ്റീഷൻ കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഈ ഫൈബറുകൾക്കെല്ലാം ഒരു പിടുത്തം ഉണ്ടായിരുന്നു. Two, 3, 4, 5, 6, 7, 8, 9, 12, 13, 14, 15, 16, and 18.